രാമക്കൽമേട് വിനോദസഞ്ചാര മേഖലയിൽ പ്രവേശനം തടഞ്ഞുകൊണ്ടുള്ള തമിഴ്നാടിന്റെ നിലപാടിനെതിരെ വ്യാപാരി വ്യവസായി സമിതി നടത്താനിരുന്ന കമ്പംമേട് ചെക്ക് പോസ്റ്റ് ഉപരോധ സമരം മാറ്റി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫാഷൻ ഹീൽസ്, പുളിയൻമല റോഡ്, കട്ടപ്പന. പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം മാറ്റിയത്. ശാശ്വത പരിഹാരം ഉടൻ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും തമിഴ്നാടിന്റെ ഈ നിലപാട് വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണെന്നും വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ പറഞ്ഞു. ദിനംപ്രതി നൂറുകണക്കിന് വിദേശികളും സ്വദേശീയരുമായ വിനോദസഞ്ചാരികൾ എത്തുന്ന ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് രാമക്കൽമേട്. ഇവിടുത്തെ പ്രധാന ആകർഷണ കേന്ദ്രമായ രാമപ്പാറയിലേക്കുള്ള വഴിയാണ് തമിഴ്നാട് ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് അടച്ചത്. യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ തമിഴ്നാട് സ്വീകരിച്ച ഈ നിലപാട് വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത്. അതോടൊപ്പം മേഖലയിലെ വികസനത്തിനും രാമക്കൽമേട് വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന നിരവധി ആളുകളെയും ഇത് പ്രതികൂലമായി ബാധിക്കും. തമിഴ്നാടിന്റെ ഈ നിലപാടിനെതിരെയാണ് കേരള വ്യാപാരി വ്യവസായി സമിതി പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോയിരുന്നത്. ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച കമ്പംമേട് ചെക്ക് പോസ്റ്റ് ഉപരോധ സമരം നടത്താൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ വിഷയം പരിഹരിക്കാൻ ഇടുക്കി ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിനുമായും ഇടുക്കി ജില്ലാ കളക്ടറുമായും വ്യാപാരി വ്യവസായ സമിതി ജില്ലാ നേതൃത്വം സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് ജില്ലാ ഭരണകൂടവുമായി സംസാരിച്ച് പ്രശ്നപരിഹാരമുണ്ടാക്കാം എന്ന് ഉറപ്പു തന്നതിനാലാണ് സമരം മാറ്റിയത്. എന്നാൽ എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ വ്യാപാരി സമൂഹത്തെയും പൊതുജനങ്ങളെയും അണിനിരത്തി ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കുമെന്നും വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ പറഞ്ഞു. നൂറുകണക്കിന് വിദേശീയരും സ്വദേശീയരുമായിട്ടുള്ള ടൂറിസ്റ്റുകൾ നിരന്തരം വന്നുപോകുന്ന രാമക്കൽമേട്ടിൽ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവിടെ വളരെ നാളുകളായിട്ട് ടൂറിസ്റ്റുകൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വഴി ബോർഡ് വെച്ച് അടയ്ക്കുകയും നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി നാളെ കമ്പംമേട് ചെക്ക് പോസ്റ്റിൽ സമരം നടത്തുവാനായിട്ട് തീരുമാനിച്ചിരുന്നു. എന്നാൽ ബഹുമാന്യയായ ഇടുക്കി ജില്ലാ കളക്ടറുമായിട്ട് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കളക്ടർ തേനി ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താം എന്ന് ഉറപ്പ് നൽകുകയും ജില്ലയുടെ ചുമതലയുള്ള ബഹുമാന്യനായ റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും അദ്ദേഹം ജില്ലാ കളക്ടറുമായിട്ട് സംസാരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിച്ച് നൽകും എന്ന് നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ ഞങ്ങൾ അനൗൺസ് ചെയ്തിരുന്ന സമരം ഞങ്ങൾ മാറ്റിവെക്കുകയാണ്. രാമക്കൽമേട്ടിലുണ്ടായ വിഷയം ഇടുക്കി എംപിയും കോൺഗ്രസ് നേതാക്കളും നിസ്സാരവൽക്കരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇടുക്കി ജില്ലയിലെ ടൂറിസം മേഖലയെയും ഇടുക്കി ജില്ലയുടെ വികസനത്തെയും തകർക്കുന്ന ഈ നിലപാട് നിസ്സാരവൽക്കരിക്കാൻ സാധിക്കുന്നതല്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപാരി വ്യവസായ സമിതിയുടെ ഇടപെടൽ ചിലർ അവഹേളിക്കാൻ ശ്രമിക്കുന്നു. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്നതിലുപരി വിനോദസഞ്ചാര മേഖല കൊണ്ട് ഉപജീവനം നടത്തുന്ന വ്യാപാരികളും പൊതുജനങ്ങളും ഉൾപ്പെടെയുള്ളവർക്ക് നേരിടുന്ന പ്രതിസന്ധിക്ക് നേരെയാണ് തങ്ങൾ രംഗത്ത് വന്നതെന്ന് വ്യാപാരി വ്യവസായ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അത് പറയുണ്ടായി, അതായത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഇതിനെ നമ്മൾ എന്തോ മോശമാക്കാനുള്ള രീതിയിൽ വ്യാപാരി വ്യവസായി സമിതി പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു നിലപാട് അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. കേരള വ്യാപാരി വ്യവസായി സമിതിയെ സംബന്ധിച്ച് വ്യാപാരികളുടെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇടപെട്ട് പ്രവർത്തിക്കുക. ഇപ്പോൾ ഈ ടൂറിസം നമുക്കറിയാം, ടൂറിസം മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ഉപജീവന മാർഗം നടത്തുന്ന വ്യാപാരികളും മറ്റു മേഖലകളിൽ പ്രവർത്തിച്ച് ഉപജീവനം കണ്ടെത്തുന്ന ആൾക്കാരുമുണ്ട്. അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് ഒരു വ്യാപാര സംഘടനയെ പറ്റി അവർക്ക് ചെയ്യേണ്ടത്. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും അപ്പോസ്തലരോ മറ്റുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികളോടും ശത്രുതാപരമായിട്ടുള്ള നിലപാടുകളോ എടുക്കുന്ന ഒരു സമീപനം വ്യാപാരി വ്യവസായി സമിതിക്കില്ല. കട്ടപ്പനയിൽ ചേർന്ന യോഗത്തിൽ വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ്, ധനേഷ് കുമാർ, KTGF ജില്ലാ പ്രസിഡന്റ് VA അൻസാരി, സിജു തനിമ, MR അയ്യപ്പൻകുട്ടി, GS ഷിനോജ് എന്നിവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈ റേഞ്ചിലെ ഏറ്റവും വലിയ ഫുട്വെയർ വിസ്മയം ഇനി കട്ടപ്പനയ്ക്ക് സ്വന്തം. ഫാഷൻ ഹീൽസ്, അതിവിശാലമായ ഷോറൂം, ബ്രാൻഡഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ്. ഫാഷൻ ഹീൽസ്, പുളിയൻമല റോഡ്, കട്ടപ്പന.